എൻ്റെ കുഞ്ഞുമോൻ എൻ്റെ കൂടെ, എൻ്റെ ജീവനാണ് അവൻ. അവനെ അന്ന് തട്ടിപ്പറിച്ച് കളഞ്ഞത് ആ അമ്മയും മോനെ കൂടി. എൻ്റെ മോളെ ഞാൻ വളർത്തി ഇത്രയും വലുതാക്കി എല്ലാം വേണ്ടുന്നതൊക്കെ ഞാൻ ഗൾഫിൽ 32 വർഷം ജീവിച്ചതിന് വരിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതം നശിച്ചു, എൻ്റെ മോളെ നശിച്ചു. കണ്ണൂർ വെങ്ങരയിൽ അമ്മയും 3 വയസ്സുകാരൻ കുട്ടിയും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ഭർത്താവും ഭർത്താവിൻ്റെ മാതാവും ചേർന്ന് നടത്തിയ പീഡനത്തിൻ്റെ ഒരു ഇര എന്ന രീതിയിലാണ് ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നമ്മളോടൊപ്പം ആത്മഹത്യ ചെയ്ത റീമയുടെ പിതാവും അവരുടെ ബന്ധുക്കളും ചേരുകയാണ്. അച്ഛാ, ഇനിയിപ്പോൾ ഇതിനകത്തൊരു കർശനമായ നടപടി വേണം, കൃത്യമായ രീതിയിൽ ശിക്ഷ ഉറപ്പാക്കണം, ഇവരുടെ പീഡനങ്ങൾ ഇനി ആവർത്തിക്കരുത് തന്നെയാണോ കുടുംബം ആവശ്യപ്പെടുന്നത്? അതെ അതെ, ഇതിന് കർശനമായ ശിക്ഷ തന്നെ അവർക്ക് കിട്ടിയിരിക്കണം, അമ്മക്കും മോനും. കാരണം ഇനിയൊരു കുടുംബത്തിന് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ കുഞ്ഞുമോന് എൻ്റെ കൂടെ, എൻ്റെ ജീവനാണ് അവൻ. അവനെ അന്ന് തട്ടിപ്പറിച്ച് കളഞ്ഞത് ആ അമ്മയും മോനെ കൂടി. എൻ്റെ മോളെ ഞാൻ വളർത്തി ഇത്രയും വലുതാക്കി എല്ലാം വേണ്ടുന്നതൊക്കെ ഞാൻ ഗൾഫിൽ 32 വർഷം ജീവിച്ചതിന് വരിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതം നശിച്ചു, എൻ്റെ മോളെ നശിച്ചു. അവർക്ക് കഴിയുന്ന എത്രയും വേഗം ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഏതൊരു കുടുംബത്തിനും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇനിയെങ്കിലും പെൺകുട്ടികളെ കിട്ടിയെന്ന് വെച്ചിട്ട് അവരെ പീഡിപ്പിച്ച് കൊല്ലുക, അത് നമ്മുടെ ഈ സമൂഹത്തിൽ പാടില്ല. ഇവരുടെ ഈ എങ്ങനെയായിരുന്നു അച്ഛൻ ഇവരെ ശാരീരികമായും മാനസികമായൊക്കെ ഈ ആത്മഹത്യാക്കുറിപ്പൊക്കെ ഉള്ളതാണ്, മരണത്തിന് ഉത്തരവാദി ഭർത്താവും മാതാവുമാണെന്നൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നോ? അങ്ങനെ ഈ രീതിയിലൊക്കെ പീഡിപ്പിക്കുന്നു ഇതൊക്കെ കാര്യങ്ങൾ? അവൾ പറയാറുണ്ട്. കാരണം അവൻ ഇതുമാതിരി തന്നെ വീട്ടിലുണ്ടാവില്ല. കാരണം വൈകുന്നേരം പോയാൽ രാത്രി പാതിരാത്രിക്ക് എപ്പം കയറി വരും. അമ്മ രാവിലെ ബാഗ് എടുത്ത് ഇറങ്ങിയാൽ വൈകുന്നേരം എപ്പം കയറി വരും. പിന്നെ ഒരു മാസം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പോകാൻ വിളിച്ച് പറഞ്ഞ് ആ സമയത്ത് ഒരാഴ്ച നിൽക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങൾ പറയും, എന്താ നീ പോകുന്നില്ലേ എന്ന്. ഇങ്ങനെയില്ല ഓരോരോ. പിന്നെ അവിടെ എന്ന് വെച്ചാൽ വീട്ടിൽ പെണ്ണുങ്ങളുടെ സൗകര്യക്കേട് ഉണ്ടാവാം. കാരണം അവൾ അതൊന്നും തുറന്ന് പറയാറില്ല, പീഡന കേസ് എന്താണ് സംഭവിച്ചതെന്നില്ല. പക്ഷെ അതില്ലത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു കേസ് കൊടുത്തിരുന്നു ഗാർഹിക പീഡനത്തിന് ആ സ്ത്രീയുടെ പേരിൽ കണ്ണവരം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നിലവിലുണ്ട്. ഭർത്താവ് കഴിഞ്ഞ ദിവസമാണ് വിദേശ നാട്ടിലേക്ക് വന്നത്. ബുധനാഴ്ച എപ്പോഴാണെന്നറിയില്ല. ഇവിടെ വന്നിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് ഞാൻ കാണുന്നത്. കുട്ടീനെയും അമ്മേനെയും കൂട്ടി എന്ന് വെച്ചാൽ പിന്നെ അവൻ കുട്ടീനെ മാത്രം കൊണ്ടുപോകാൻ വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കുട്ടീനെ മാത്രം തരില്ല, ഞാൻ കൂടെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ കുട്ടീനെ കാണാൻ പറ്റൂ, തരുന്നതല്ല അവന് കാണാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുമെന്ന്. അങ്ങനെ കുട്ടീനെയും കൂട്ടി അവൻ വണ്ടിയിൽ ഇവളെയും കുട്ടി പിന്നെ അവനെടുത്ത് മുന്നേ പോയി, ഇവളെ പിന്നാലെ തന്നെ പോയി. അങ്ങനെ കാറിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു ഇവിടെ വന്നു. 2 ദിവസം മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഭീഷണിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി? അതിന് ഈ പോകുന്നതിൻ്റെ മുന്നത്തെ ദിവസം അവൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ അവൻ വിളിച്ചിട്ട് അച്ഛൻ ഭീഷണി ആക്കുന്നുണ്ട്, കാരണം കുട്ടീനെ അവൻ കൊണ്ടുപോകുന്നു. അന്നേരം ഇവള് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയൊന്നും പോലീസ് സ്റ്റേഷനിൽ വരാൻ നമുക്ക് അവിടെ വെച്ചിട്ട് എന്താ തീരുമാനിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ നീ എന്തിനു പേടിക്കുന്നു, ഇവിടെ പോലീസും ഇതെല്ലാം ഇല്ലേ, നിലവിലില്ലേ, ആൾക്കാരില്ലേ, ഇനി എന്തിനാ അതിൻ്റെ ടെൻഷൻ, അങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്തിയതാണ്. പിന്നെ ഇത് അതിൻ്റെ വെള്ളിയാഴ്ച ആണെന്ന് തോന്നുന്നു. ഇപ്പം അല്ല, അന്ന് ഈ കുട്ടീനെ ഇവിടെ തിരിച്ച് കൊണ്ടാക്കിയിട്ട് പോകുമ്പം പിന്നെ രാത്രിയായിട്ടും വിളിച്ചിട്ട് പറഞ്ഞ പോലും, ഞാൻ ശനിയാഴ്ച കുട്ടീനെ കൂട്ടാൻ വരും, നീ വന്നിട്ടില്ല, ഞാൻ പോലീസുമായിട്ട് വന്നിട്ട് ആൾക്കാരുമായിട്ട് വന്നിട്ട് ഞാൻ കുട്ടീനെ കൂട്ടിയിട്ട് പോകും. അതിലാണ് ഇവളുടെ ഫീലിങ്സ്. ഈ പറയുന്ന രീതിയിൽ ഇവരുടെ ഈ മരണത്തിന് ഒരേ ഒരു കാരണക്കാരെന്ന് പറയുന്നത് ഈ ഭർത്താവും അമ്മയും മാത്രമാണ്. വേറെ ആർക്കും ഇതിലൊരു പങ്കുമില്ല. അത് എൻ്റെ മോൾ എഴുതിയിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്, അവളെ മൊബൈലിലുണ്ട്. അവരുടെ ബന്ധുക്കൾ കൂടി ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ആവശ്യം ഈ പറയുന്ന ഒരു കർശനമായ നടപടി കർശന നടപടി എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ തെളിവുണ്ട്. കാരണം അവളെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് സംസാരിച്ച കോൾ റെക്കോർഡിങ്സിലും ഇവനോട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ
റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഒരു കാരണവശാലും അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം തന്നെയാണ്. ആ രീതിയിൽ തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ വന്നിട്ട് കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൻഷൻ ആയിരിക്കണമല്ലേ മോളെ? അതിനുശേഷം ഈ ഭീഷണിയും കൂടി ചേർന്നിട്ടാണ് എന്തായാലും വന്നിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇവള് പറയുന്നുണ്ട് നമുക്കെന്താ സ്റ്റേഷനിലേക്ക് വരാൻ അവിടുന്ന് ഇതാക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ട് നാട്ടുകാരെ ഉണ്ടായ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ആ രീതിയിൽ വന്നിട്ട് എടുത്ത് കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കർശനമായ, അതായത് ഈ ഭർത്താവിനെയും ഭർത്തമാതാവിനെയും ഒക്കെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു കർശനമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ആവശ്യമാണ് കുടുംബത്തിനുള്ളത്. തീർച്ചയായും ആ ഒരു അന്വേഷണം നടത്തിയാൽ അതിനുള്ള തെളിവുകളും ഇപ്പം മുന്നിലുണ്ട്. എന്തായാലും ആ രീതിയിൽ ചെയ്യണം. എന്തായാലും കർശനമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇനിയൊരു മകൾക്കും ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ കർശന നിലപാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ള ആവശ്യം റീമയുടെ കുടുംബവും മുന്നോട്ട് വയ്ക്കുകയാണ്. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.